പല ചിക്കൻ കറികളും നിങ്ങൾ കണ്ടോ. അതിൽ നിന്നൊക്കെ മാറി ഒരു സ്പെഷ്യൽ ചിക്കൻ കറിയാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഒരു തക്കാളി, ഒരു 5 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു സവോള, ഇത്രയും സാധനങ്ങൾ നമ്മളൊരു പാത്രത്തിലേക്ക് ഇടുന്നു. ഇതിലേക്ക് 1 സ്പൂണ് ഉപ്പ്, 2 സ്പൂണ് മല്ലിപ്പൊടി, 2-3 സ്പൂൺ ഇടാം. ഞാനിവിടെ 2 സ്പൂൺ ഇടുന്നു. 2 സ്പൂണ് മല്ലിപ്പൊടി, 2 സ്പൂണ് മുളക് പൊടി, 2 സ്പൂണ് ചിക്കൻ മസാല, ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു സ്പൂണ് ഗരം മസാല, ഒരു സ്പൂണ് കുരുമുളക്. ഇതിനൊപ്പം 1 സ്പൂണ് ജീരകപ്പൊടി ചേർത്ത് പിന്നെ നമ്മുടെ പ്രധാന ഐറ്റമായിട്ടുള്ള ചിക്കൻ. എല്ലോടുകൂടി എല്ലില്ലാത്തതോ എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് തിരുമ്മി പിടിക്കും. ഒരു സവോള, ഒരു തക്കാളി, ഒരു ക്യാരറ്റ്, ഒരു 5 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, ഉപ്പ്, 1 സ്പൂൺ ഉപ്പ്, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, 2 സ്പൂണ് ചിക്കൻ മസാല, 1 സ്പൂണ് ഗരം മസാല, 1 സ്പൂണ് കുരുമുളക്, 1 സ്പൂൺ ജീരകം. ഇത്രയുമാണ് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത്. ഇത് കൂടാതെ ഇതിനകത്തേക്ക് 1 കപ്പ് പാല് കൂടി ചേർക്കാം. 1-1.5 കപ്പ് പാല് ചേർക്കാം. ഞാനിവിടെ 1 കപ്പ് പാലാണ് ചേർക്കുന്നത്. ആ പാലിലേക്ക് ഈ മസാല പുരട്ടിയുള്ള ചിക്കൻ ഒന്ന് ചേർക്കുക. അപ്പോൾ പാലിൻ്റെ കളറും ഒന്ന് ചെറുതായിട്ട് മാറും. പാലിൽ ചിക്കൻ മുങ്ങിക്കിടക്കുന്ന വിധത്തിൽ ചിക്കൻ കുറച്ച് നേരം വയ്ക്കുക. അപ്പോൾ ശരിക്കും ആ ചിക്കൻ ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടും. ഇതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി, മല്ലിയില കുറച്ച് മതി, അധികം വേണമെന്നില്ല. നിങ്ങളുടെ ഇഷ്ടം പോലെ. നിങ്ങൾക്ക് കൂടുതൽ ഈ മല്ലിയില ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഇടാം, അതൊന്നും കുഴപ്പമില്ല. വീണ്ടും ഇതേപോലെ തന്നെ ഒന്ന് ഇളക്കിയിട്ട് ഇത് പാലിൽ മുങ്ങിയിരിക്കുന്ന വിധത്തിൽ ഒന്ന് അറേഞ്ച് ചെയ്യും. പാൽ മുങ്ങിയിരുന്നോട്ടെ, എന്നാലാണ് അത് എന്താ പറയുക, ഒന്ന് ചിക്കൻ ഒന്ന് സോഫ്റ്റായിട്ട് വരും. ഈ പൊസിഷനിൽ ഏകദേശം ഒരു 20 മിനിറ്റ് വയ്ക്കും. കൂടുതൽ വയ്ക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. ഒരു 20 മിനിറ്റെങ്കിലും മിനിമം ഇത് വയ്ക്കും.
അതിനുശേഷം ഇത് തീർത്തിച്ച് നമുക്ക് ചൂടാക്കാം. 20 മിനിറ്റ് കഴിഞ്ഞ് വരാം. ഇപ്പോൾ ചിക്കൻ നമ്മൾ വെച്ചിട്ട് ഒരു 10-20 മിനിറ്റായി. നമ്മളിത് കത്തിക്കുന്നു. ചിക്കൻ വേവണം, ഈ പാല് തിളയ്ക്കണം. പലരും പാല് പെട്ടത് പിരിഞ്ഞു പോകുന്ന പറയുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. നമുക്ക് ധൈര്യമായിട്ട് ഇത് തിളയ്ക്കും. അപ്പോൾ ഇത് അടച്ചു വെച്ചിട്ട് ഈ ചിക്കൻ ഒന്ന് വെന്ത് വരട്ടെ. അതിനുവേണ്ടിയിട്ടാണ്. കുറച്ചുകൂടിയും വെള്ളം ഉണ്ടാവും ഇതിൽ, പാല് മാത്രമുള്ള കാരണം. ചിക്കൻ്റെ വേവിനനുസരിച്ച് ചിക്കനിന്ന് വെള്ളം ഇറങ്ങും. പിന്നെ നമ്മൾ തക്കാളി ഇട്ടിട്ടുണ്ട്. തക്കാളി വേവുമ്പോൾ കുറച്ച് വെള്ളം ഇറങ്ങും. ഇത് വളരെ പെട്ടെന്ന് അധികം പരിശ്രമമൊന്നും കൂടാതെ, കൂടുതൽ കുക്കിംഗ് ടൈമോട് കൂടാതെ ചെയ്യാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ്. ഈ പറഞ്ഞ പോലെ ഈ 20 മിനിറ്റ് ഇത് മാരിനേറ്റ് ചെയ്യാൻ വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇത് നന്നായി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ ചെയ്യാം. മാരിനേറ്റ് ചെയ്യുന്നതും അല്ലാത്ത ഗുണം എന്താ വെച്ചാൽ, മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ ചിക്കൻ ഒന്നുകൂടി സോഫ്റ്റാണ്. അതല്ലാതെ വേറെ ഒന്നും, മറ്റേത് ചിക്കൻ നോർമൽ രീതിയിൽ തന്നെയാണ് ഉണ്ടാവുക. അത് സോഫ്റ്റ് അല്ല എന്നല്ല, ഇത് ശരിക്കും ഈ പഞ്ഞിക്കെട്ട് പോലെ ആയിട്ട് വരും. അത് മാത്രമേ വ്യത്യാസമുള്ളൂ. അല്ലാത്ത കാര്യത്തിൽ നിങ്ങൾക്ക് ഒന്നും എക്സ്ട്രാ ആയിട്ട് ചെയ്യാനില്ല. ഇത്രയും സാധനങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഇത് ചൂടാക്കാൻ വയ്ക്കാം. ഇപ്പോൾ സമയമില്ല, പെട്ടെന്ന് ഉണ്ടാക്കണം. ഇങ്ങനെ കറികളിൽ ഓരോ ഇതായിട്ടിട്ട് ഇതായി വരാനുള്ള സമയമില്ല എന്നുള്ള ഒരു രീതിയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ച് ഈ വക സാധനങ്ങൾ ചെയ്ത് വയ്ക്കാം. ഇത് പാലിന് പകരം നല്ല യോഗട്ടോ അല്ലെങ്കിൽ കട്ടി തൈരോ ഉപയോഗിക്കും. പുളി ഇല്ലാത്ത കട്ടി തൈരോ നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് തൈര് ഉപയോഗിച്ചുള്ള ഒരു പ്രിപ്പറേഷൻ നമുക്ക് പിന്നീട് ചെയ്യാം. ഇപ്പോൾ പാൽ ഉപയോഗിച്ച് നമ്മൾ ചെയ്യും. ഈ പാല് ശുദ്ധമായ പശുപാലിനാണ് നിർബന്ധം പറയുന്നത്. മിൽമ പാലും ഇതിനകത്ത് യൂസ് ചെയ്യും. ഒരു വ്യത്യാസം ഉണ്ടാക്കില്ല. ഓക്കെ, അതുപോലെ ഇതിൽ കറിവേപ്പില ഇടാതിരിക്കുക. കഴിയുന്നത് മല്ലിയില തന്നെ ഉപയോഗിക്കുക. ഇനി കറിവേപ്പിലയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ, മല്ലിയിലയ്ക്ക് പകരം കറിവേപ്പിലയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ കറിവേപ്പില മുറിച്ചതിന് ശേഷം ഇടുക. ഇതിൽ വറുത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യില്ല. ഈ സാധനം ചെയ്തതിന് ശേഷം ചെറിയ 1-2 കലാലൂടെ കൂടിയുണ്ട്. അത് വഴി ഇത് തിളച്ച ശേഷം വെന്ത ശേഷം പറയാം. അപ്പോൾ ഇവിടെ കറി ആയിട്ടുണ്ട്. ഈ കറിയിൽ ചിക്കൻ അല്ലാതെ ഒന്നും ഭീകരമായിട്ട് വേവില്ല കേട്ടോ. കൊഞ്ഞാതെ കിടക്കുന്നുണ്ടാവും. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം, ഈ ചിക്കനെന്ന് നെയ്യ് ഇറങ്ങിയിട്ട് സൈഡിലൊക്കെ പിടിച്ചിട്ടുള്ള കാണാം. ഉണ്ടോ? നേരത്തെ കേടാൻ വെള്ളമായി. ഇത് നിങ്ങൾക്ക് പ്രഷർ കുക്കറിലും വേണമെങ്കിൽ ഉണ്ടാകാം. പക്ഷെ പ്രഷർ കുക്കറിൽ പാല് മാത്രമായിട്ട് ഒഴിക്കുന്നത് അത്ര ഗുണകരമായൊരു കാര്യമായിരിക്കില്ല. അത് പ്രഷർ കുക്ക് ചെയ്യുന്ന സമയത്ത് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പം അതുകൊണ്ട് എത്ര പാല് എന്നുണ്ട്, അതായത് 1 കപ്പ് പാലാണ് നിങ്ങൾ ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ഉപയോഗിച്ചെങ്കിൽ അത്ര തന്നെ വെള്ളം കൂടി ഉപയോഗിക്കും. 1 കപ്പ് പാലാണെങ്കിൽ 1 കപ്പ് വെള്ളം ഉപയോഗിക്കും. എന്നിട്ട് പ്രഷറിൽ കുക്കറിലിട്ടതിന് ശേഷം 2 വിസിൽ വരുത്തിയാൽ മതി. ഇത് ഓക്കെ. ഇത്ര തന്നെ ഇപ്പോൾ ഈ കറി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ളൂ. കറി ആയിട്ടുണ്ട്. ചിക്കനൊക്കെ നോക്കി കഴിഞ്ഞാൽ കണ്ടോ, നല്ല വെന്ത് ഉള്ള ചിക്കനായിട്ടുണ്ട്. വെന്ത് വന്നിട്ടുണ്ട്. ഇത്രയുമേ നമുക്ക് ചെയ്യാനുള്ളൂ. ഇനി കൂടുതൽ ഇത് ആക്കണമെന്നില്ല. ഇനി അല്ല ചിക്കൻ നന്നായിട്ട് വെന്തൊട്ടയണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ കുറച്ചുകൂടി നേരം തീയിൽ ഇട്ടു. അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് അടച്ചു വെച്ചാൽ മാത്രം മതി, അല്ലാതെ തുറന്നു വയ്ക്കാം. ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് 1 കഷ്ണം വെണ്ണ കൂടി ഉപയോഗിക്കും. ഞാനിവിടെ ഉപയോഗിക്കുന്നത് മിൽക്കി മിസ്റ്റിൻ്റെ വെണ്ണയാണ്. മിൽക്കി മിസ്റ്റിന് മിൽമയ്ക്കൊക്കെ ഇതേപോലെ ബട്ടറുകളുണ്ട്. ആ ബട്ടറിൻ്റെ 1 കഷ്ണം അതിലേക്ക് ഇട്ടതിന് ശേഷം
അത് അടച്ചു വയ്ക്കുക. എന്നിട്ട് തീയെ ഓഫ് ചെയ്യും. ഇനി ആ ചൂടിലിരുന്ന് അത് വെന്തോളും. കുറച്ചുകൂടി ആവണമെന്നുണ്ടെങ്കിൽ ആ വെണ്ണയൊക്കെ ഉരുകി ഭാഗത്തേക്ക് വന്നോളും. ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ ആ വെണ്ണ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആവുകയും ചെയ്യും. അതിന് രുചി കൂടും. ഇതിന് ചെറിയൊരു മധുരം ഉണ്ടാവും ഈ കറിക്ക്. കാരണം സവോള നമ്മൾ മൂപ്പിക്കുന്നില്ല, നമ്മൾ വേവിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അതുപോലെ ക്യാരറ്റ് ഇടുന്നുണ്ട്, തക്കാളി ഇടുന്നുണ്ട്, പാലൊഴിക്കുന്നുണ്ട്, വെണ്ണ ഇടുന്നുണ്ട്, ജീരകമുണ്ട്. അതുകൊണ്ട് ചെറിയൊരു മധുരം ഈ കറിക്കുണ്ടാകും. ബാക്കിയെല്ലാം ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ തന്നെ വരും. ഇനി നിങ്ങൾക്കിത് ഇത്ര ചാറ് വേണ്ട, കുറച്ചുകൂടി ഒന്ന് കൊഴുപ്പിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ പാലിൻ്റെ അളവ് കുറയ്ക്കുക, അതല്ല എന്നുണ്ടെങ്കിൽ 2 മുട്ട നന്നായിട്ട് കുരുമുളകും ഉപ്പും ഇട്ടിട്ട് നന്നായി ബീറ്റ് ചെയ്ത ശേഷം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒരു 3/4 വേവൊക്കെ ആകുമ്പോൾ ഒഴിച്ചു കൊടുക്കുക. നല്ല കൊഴുത്ത് കുറച്ചുകൂടി ടേസ്റ്റായിട്ട് കിട്ടും. ഇവിടെ നമ്മൾ മുട്ട ഇടുന്നില്ല, പകരം ഇതിനകത്ത് ബട്ടറാണ് നമ്മൾ ചേർക്കുന്നത്. മുട്ട അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ബട്ടർ ഇടണ്ട, പകരം 1 സ്പൂണ് നെയ്യ് ഒഴിക്കുക, അല്ലെങ്കിൽ 1 സ്പൂണ് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക. ടേസ്റ്റ് കൂടും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സ്പെഷ്യൽ ചിക്കൻ കറി.